ആ ശരീരത്തെ പൊതിഞ്ഞ മണ്ണിനെ പോലെ ഒന്നുമില്ല. ആ ശരീരത്തെ പൊതിഞ്ഞ മണ്ണിനെ പോലെ, ആ ശരീരത്തെ പൊതിഞ്ഞ മണ്ണ്, ആ ശരീരത്തെ പൊതിഞ്ഞ മണ്ണ്. തുബാലി മുന്തശിഖിൻ മിൻഹു വമുൽതസിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا رحمة للعالمين. خذ بيدي قلت حيلتي أدركني يا رسول الله. السلام عليكم يا عباد الله. السلام عليكم يا عباد الله. ومن يطع الرسول فقد أطاع الله. إذا صرت إذا صرت إذا صرت إذا صرت എത്ര കറക്റ്റ്. റസൂലാന്നല്ലേ മോനെ? വാവില്ലല്ലോ, വാവില്ല. എന്നർത്ഥം റസൂലിന് ഒരാൾ വഴിപ്പെട്ടാൽ അവൻ അല്ലാഹുവിന് വഴിപ്പെട്ടു. റസൂലിന് വഴിപ്പെട്ടാൽ അള്ളാഹ് വഴിപ്പെട്ടു പോലെയാണെന്നല്ല, റസൂലിന് വഴിപ്പെട്ടാൽ അള്ളാഹ് വഴിപ്പെട്ടു. എന്റെ അള്ളാഹുവിന്റെ അക്ബറിന്റെ മൽഹറാണ് മുഹമ്മദ്. അങ്ങനെ ഒരാളില്ല. ഇന്നല്ലദീന യുബായൂനൽ അംബിയാ കഅന്നം, അങ്ങനെയല്ല. അമ്പിയാക്കളോട് വയ്യത്ത് ചെയ്താൽ അള്ളാഹിനോട് വയ്യത്ത് പോലെ എന്നല്ല. ഇന്നല്ലദീന യുബായൂനക, നിങ്ങളോട് വേറുള്ളവരൊന്നല്ല. നിങ്ങളോ നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങളാരാ? നിങ്ങൾ അള്ളാഹിന്റെ പേര് അള്ളാഹ് കൊടുത്ത ആളാണ് മുഹമ്മദ്. അങ്ങനെയാണ്. ഇപ്പൊ വലിയ ആളാണല്ലേ ഇബ്രാഹിം. എന്താ അതിന്റെ അർത്ഥം? ഇബ്രാഹിം ഖുർആനിൽ 69 വട്ടം പറഞ്ഞ പേരാണ് ഇബ്രാഹിം. എന്താ അർത്ഥം? എന്താർത്ഥം? സമൂഹത്തിന്റെ പിതാവ്, സമൂഹത്തിന്റെ പിതാവ്, സമൂഹത്തിന്റെ പിതാവ്, സമൂഹത്തിന്റെ പിതാവ്. അബ് 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 റഹീം, അബ് റഹീം. അറാമിക്കിനെ കൂട്ടിയതാ. അബ് റഹീം, ഇബ്രാഹിം, ഇബ്രാഹിം, അബ് റഹീം. ഹേം മനസ്സിലായില്ല? അബ് റഹീം, അബ് റഹീം. റഹീം അബും കൂട്ടിയപ്പോ എന്തായി? എബ്രാഹിം, ഇബ്രാഹിം. എന്താർത്ഥം? സമൂഹത്തിന്റെ പിതാവ്. മൂസ എന്താർത്ഥം? രണ്ടാമത്തെ വലിയത് മുപ്പരല്ലേ? എന്താർത്ഥം? വെള്ളത്തിൽ നിന്ന് കിട്ടിയ കുട്ടി, പുറത്തു പറയണ്ട. എന്താർത്ഥം? കോപ്റ്റിക്കാണ്. എന്താർത്ഥം? വെള്ളത്തിൽ നിന്ന് കിട്ടിയ കുട്ടി. നമ്മളെ പേരിൽ അങ്ങനെ നമ്മളെ പഴയ കാലത്തുണ്ടായിരുന്നു. നമ്മൾ അനുജന്മാരെ പറ്റിയൊക്കെ എന്ത് പറയും? അത് എൻ്റെ ബാപ്പാക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ തല്ലുണ്ടാവും. മനസ്സിലായില്ല? നമ്മൾ പഴയ കാലത്ത് പെങ്ങന്മാരെയും അനുജന്മാരെയും ഒക്കെ ചീത്ത വിളിക്കാൻ വേണ്ടി പറയണതാണ്. എന്ത് ദേഷ്യപ്പെടുമ്പോൾ നാലാളെ മുള്ളി എന്ത് പറയും? ഇതൊക്കെ എങ്ങനെയാ എൻ്റെ അനുജനായി? അപ്പം എന്ത് പറയും? ഓ ഞാൻ എൻ്റെ ബാപ്പാക്ക് വെള്ളത്തിന് കിട്ടിയ. ഇതാണ് എന്തിൻ്റെ അർത്ഥം? മോ ഷേ. അറബി വന്നപ്പോ മൂസ എന്നായി. മോ മാ, മോ മാ. അറബികളെ മാ, കോപ്റ്റികൾക്ക് മോ. ഒകാരം കോപ്റ്റിക്കിലുണ്ട്, എന്തിലില്ല? അറബിയിലില്ല. അപ്പൊ കോപ്റ്റിക്കുകളുടെ ഒകാരത്തിനെ എന്താക്കി? അറബിയിൽ അകാരാക്കി. മോ മാ ഷേ. നീ മോശേന്ന് അറിയുമ്പോൾ ആരെങ്കിലും മോശേന്ന് എഴുതി വെച്ചിട്ട് ദേഷ്യപ്പെടുന്നു. മോശേന്നാണ് ബൈബിളിലുള്ളത്. പഴയ കാലത്തൊക്കെ ഗ്രന്ഥങ്ങളിൽ മോശേന്നാണ്. അറബിയിൽ വന്നപ്പോൾ എന്തായതാണ്? മൂസ. എന്ത് ചൂടാവൊന്നും വേണ്ട. ഒറിജിനൽ പേര് മോശേന്നാണ്, പിന്നെ മൂസ നായതാണ്. അറബിയിലേക്ക് വന്നപ്പോ എന്താ അർത്ഥം? വെള്ളത്തിൽ നിന്ന് കിട്ടിയാള്. നൂഹ് എന്താർത്ഥം? നൂഹ്, നൂഹ് എന്താർത്ഥം? നൂഹ്
നോ അറാമിക്ക, അറാമിക്കിൽ വിശ്രമം, റെസ്റ്റ്. വയസ്സായില്ലേ, 1000 കൊല്ലല്ലേ, അപ്പോൾ റെസ്റ്റ് എടുത്ത ആള്. മനസ്സിലായില്ല? നോഹ്, നോഹ് എന്ന വാക്ക് അത് നൂഹായത അറബിയിലേക്ക്. നോഹ, നോഹ അടിസ്ഥാനപരമായി അറാമിക്കാണ്. അറാമിക്കലിന്റെ പേര് അർത്ഥം എന്താ? റെസ്റ്റ്. റെസ്റ്റ്. എത്ര കൊല്ലം പറയാം മനുഷ്യ, 58 വയസ്സായ നമ്മൾ തന്നെ റിട്ടയർഡായി. ഇപ്പോൾ റിട്ടയർഡ് ആകാലോ, 950 കൊല്ലം ദേവത്തെ നടത്തിയില്ലേ. അപ്പൊ റെസ്റ്റ് എടുത്ത ആള്, ദേവത്തൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു. ആര്? പ്രളയം കഴിഞ്ഞ് ഫുള്ള് റെസ്റ്റാ. ആർക്ക്? നൂഹ് നബിക്ക് അലൈഹിസ്സലാം. പിന്നെ അടുത്ത നബി സാമാണ്. സാമ് വലിയ മൊജ്ജത്തുള്ള ആളാണ്. സാമ് സംസാരിച്ച ഭാഷകളാണ് പിന്നീട് സെമിറ്റിക് ഭാഷകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇളയ മകനാണ് ആര്? സാം അലൈഹിസ്സലാം. നബിയാണ് സാം അലൈഹിസ്സലാം. പ്രളയത്തിന് ശേഷം കൈകാര്യം മൊത്തം സാമിനാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. നോ എന്താ അർത്ഥം? വിശ്രമം, വിശ്രമം. ഐസ എന്താ അർത്ഥം? ഐസ, ഐസ. യേശു അതാണ് അർത്ഥം. യേശു അറാമിക്കാണ്. സിറിയാക്കിലും അർത്ഥം അത് തന്നെയാണ്, രക്ഷകൻ. അതേ പേര് റസൂലുള്ളാഹിക്കുണ്ട്, അൽ മുൻജി. ഈസാ നബിന്റെ അതേ പേര് ആർക്കുണ്ട്? സേവ്യർ, രക്ഷകൻ, സേവ്യർ എന്ന് അറാമിക്കിലും സിറിയാക്കിലും, അറാമിക്കിലും സിറിയാക്കിലും യേശു എന്ന വാക്കിന്റെ അർത്ഥം സേവ്യർ എന്നാണ്, രക്ഷകൻ. ഈ പേര് ആർക്കുണ്ട്? അൽ മുൻജി, രക്ഷകൻ. അതിന് സമാനമായ ഒരുപാട് പേരുണ്ട് റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന മുഹമ്മദോ, മുഹമ്മദ് മഹ്മൂദ് എന്ന അള്ളാഹുവിൻ്റെ, അൽ മഹ്മൂദ് എന്ന അള്ളാഹുവിൻ്റെ പേരിനെ ചീന്തിയിട്ടുണ്ടാക്കിയതാണ് എന്ത്? മുഹമ്മദ്. വേറൊരാൾക്കും അള്ളാഹു സ്വന്തം പേര് ചീന്തി കൊടുത്തിട്ടില്ല. ഇത് ഹദീസ. എന്തുകൊണ്ട്? ഇത് മദീന പള്ളിയിൽ നിന്ന് ചെല്ലിയപ്പോൾ മുന്നിൽ മുത്തുനബി ഇരുന്ന് ചിരിക്കുക. അങ്ങനെയൊന്നും പറയല്ലേന്ന് പറഞ്ഞില്ല. ഹസ്സാനാ ചെല്ലുന്നത്. ആരാ ഹസ്സാന് സ്റ്റേജ് എത്തിയത്? മുത്തുനബി തന്നെ. മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് പാട്ടോടും റസൂലുള്ളാഹിനെ പറ്റി. അള്ളാഹ് കീറി കൊടുത്തു ലഹു, നബിക്ക് വേണ്ടി, മിൻ ഇസ്മിഹി, അള്ളാഹിന്റെ പേരിൽ നിന്ന്, ലിയുജില്ലഹു, നബിയെ വലിപ്പത്തരപ്പെടുത്താൻ വേണ്ടി. മഹ്മൂദ് അള്ളാന്റെ പേരാ, അതിനുണ്ടാക്കിയതാണ് എന്ത്? മുഹമ്മദ്. അപ്പേര് നബിക്കുണ്ട്. ഏതുപേരുണ്ട്? മനസ്സിലായില്ല? മഹ്മൂദ് എന്ന പേരും ആർക്കുണ്ട്? നബിക്കുണ്ട്. മുഹമ്മദ് വേറെയുണ്ട്. ആരായത് ചെല്ലിയത്? സയ്യിദ്ന ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, പ്രഗൽഭ സ്വഹാബിയായ. എവിടുന്നാ ചൊല്ലുന്നത്? മദീന പള്ളിയിൽ. ആരാ മുന്നിൽ കേട്ടിരിക്കണ്? മുത്തുനബി ചിരിച്ചോണ്ട്. ഇബ്രാഹിം സമൂഹത്തിന്റെ പിതാവ്, മൂസ വെള്ളത്തിന് കിട്ടിയ കുട്ടി, ഈസ രക്ഷകൻ, അപ്പേര് നബിക്കുണ്ടാനും. നൂഹ് റെസ്റ്റ് എടുത്താള്. ഇതല്ല ഉലുലാസ്മ് പറയേ, ഇതല്ലേ ഉലുലാസ്മ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്കണം. ആദം ഒരർത്ഥം എന്താണെന്നറിയോ? ആദം എന്താ? പ്യൂർ വൈറ്റ് അല്ല. ആദം പ്യൂർ വൈറ്റ് അല്ല, എന്നാ പ്യൂർ കറുപ്പല്ല. വെളുപ്പുണ്ട്, കറുപ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു നിറമുള്ള ആള് ആദം. ഒരർത്ഥതാണ് ആദം. ചിന്തിക്ക്, 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 ചിന്തിക്ക്. എന്നാൽ അള്ളാഹുവിന്റെ വലിപ്പത്തിലാണ് ഇന്നീ പറയുന്നത്. അള്ളാഹുവിന്റെ വലിപ്പത്തരത്തിന്റെ മല്ലഹർ മുഹമ്മദാണ്. അപ്പോൾ മുഹമ്മദ് എന്നാൽ ബഷറാണോ? ബഷറാണ്. എന്നാ ബഷറാണോ? ബഷറല്ല. മുഹമ്മദ് എന്നാളുടെ ബഷരീയത്ത് ഒരു പരീക്ഷണ. അതിൽ കുടുങ്ങിയാൽ ഈമാൻ നഷ്ടപ്പെടും. മുഅ്തസിലികൾ മുതൽ ഇന്നത്തെ മുഅ്തസിലി വരെ അത് കുടുങ്ങിപ്പോയി. ബഷരീയത്ത് കുടുങ്ങി. ബഷരീയത്ത് കുടുങ്ങിയ പെട്ടു. മുഹമ്മദ് എന്നാൽ നിങ്ങൾ വിചാരിച്ച ബഷറല്ല എന്ന് നിന്നെ വലുതൊരു എന്താ? അള്ളാഹുവിന്റെ അക്ബറിന്റെ ദിലില മുഹമ്മദ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വരെ പോകാൻ കഴിയാത്തടത്ത് പോയി ആര്?
സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ജിബ്രീൽ എന്ത് പറഞ്ഞു? കഴിയൂല കഴിയൂല കഴിയൂല, നടക്കൂല. ഇബ്രാഹിം നബി ഇവിടെ ഇരുന്ന് മലക്കൂട്ടുണ്ട്. മലക്കൂട്ടൊന്നും ഒന്നുമല്ല. അതിനപ്പുറത്താ ജബറൂത്ത്, അതിനപ്പുറത്താണ് ലാഹൂത്ത്. അന്ന് ഇബ്രാഹിം നബി കണ്ടിട്ടില്ല, ഇത് കാണല്ല. അവിടെ പോയി ലാഹൂത്തിൽ എത്തിയപ്പോൾ ആര് മടങ്ങി? ലാഹൂത്തിലെത്തിയ ബഹ്റുന്നൂറുണ്ട്. ബഹ്റുന്നൂറിൽ എത്തിയപ്പോൾ ഹത്താ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഖഫ് അവിടെ നിന്നു. ഹത്താ ബഹ്റുന്നൂരി വഖഫ്. ബഹ്റുന്നൂറിൽ എത്തിയപ്പോൾ അവിടെ നിന്നു ആര്? സയ്യിദുനാ ജിബ്രീൽ. എന്നോട് പറഞ്ഞു ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുഹമ്മദിയത്ത് എന്ന ആളുടെ ബശരിയത്ത് പരീക്ഷണമാണ്. അതിനാര് കുടുങ്ങിയാലും തകർന്നു പോകും. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഖുൽ ഇന്നമാ എന്താർത്ഥം? നല്ല ഉഷാറിലിരിക്കാൻ അർത്ഥം പറഞ്ഞത്. നല്ല ഉഷാറിലിരിക്കാൻ അർത്ഥം പറഞ്ഞത്. നല്ല ഉഷാറിലിരിക്കണം എന്നർത്ഥം പറഞ്ഞത്. നല്ല ഉഷാറിലാണ്. നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ നല്ല ഉഷാറിലിരിക്കണം നേരത്തെ പറഞ്ഞ അർത്ഥം. കുൽ നബിയെ, നിങ്ങൾ പറയേണ്ടത് ഇന്നമാന ബശറമിസ്ലുക്കും. കാരണം നിങ്ങൾ അബിദാണ്. അബിദിന്റെ ഏറ്റവും വലിയ വലിപ്പത്തരം ദില്ലത്ത് ഖുലുവാണ്. നിങ്ങൾ ബഷറാണ് നിങ്ങൾ പറഞ്ഞാൽ. നിങ്ങളെ വലിപ്പത്തരം നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഒയിനക്കൽ അല ഖുലുഖിൻ അലീം. നിങ്ങൾ വലിയ ആളാണ്, നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നിങ്ങൾ റഹ്മത്താണെന്ന് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പറയണ്ട. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്. നിങ്ങൾ ഇന്റെ പ്രതിപുരുഷനാണ്, നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞു. നിങ്ങൾ നിസ്സാരായി പറഞ്ഞാളി, നിങ്ങൾ ചെറുതാണ് നിങ്ങൾ പറഞ്ഞാളി. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. നിങ്ങൾ വലിയതായി പറയണ്ട. നിങ്ങൾക്ക് അബദിയത്ത് കാണിക്കാൻ ഏറ്റവും നിങ്ങൾ അബിതാണല്ലോ. അബദി ദില്ലത്ത് ഖുലുവാ കാണിക്കണ്ട്. നിങ്ങൾ ബശറാണ് നിങ്ങൾ പറഞ്ഞാളി. പിന്നെ നിങ്ങൾ വലിയ ആളാ, ആവാനാ പറയണ്ട്. ഞാൻ വലിയ ആളാണ് നിങ്ങൾ പറയണം. ഖുൽ ഹുവല്ലാഹു അഹദ്. എന്താ അങ്ങനെ പറയണ്ടേ? എന്തായി എന്തേ നബിനെ കൂടെ അറിയിച്ചു? ഞാൻ വലിയ ആളാണ് നിങ്ങളും പറയണം, നിങ്ങൾ വലിയ ആളാണ് ഞാനും പറയണം. നമ്മൾ 50-50. അന്തമാണടാ, അന്തം പീടി നോങ്ങിയാൽ കിട്ടൂല. ഇത് നേരായ അർത്ഥം. കുൽഹു അള്ളാഹു. എന്താ അവിടെ കൊൽ വെട്ടിക്കൂടെ? കുൽഹു അള്ളാഹു അഹദ്. എന്തേ അള്ളാഹുടെ ഹു അള്ളാഹു അഹദ്. അവൻ അള്ളാഹു അഹദിന് ഏകനാണ്. എന്നാൽ തന്നെ ഇത് നമ്മൾ സ്വീകരിക്കൂലേ? അള്ളാഹു ഏകന പറഞ്ഞാൽ ഞാൻ നബിനെ കൂടെ അറിയിച്ചത്. അള്ളാഹ് വലിയവനാ, നബി പറയണം. നബി വലിയവനാണ്, അള്ളാഹ് പറയണം. അല്ലാതെ അവിടെ കൊല്ലിന് ഒരു ന്യായം പറയും. നിങ്ങൾ വലിയ ആളാണ്. ഒന്ന്, ഞാൻ വലിയ ആളാകുമ്പോൾ നിങ്ങളെ ഞാൻ മുന്തിക്കും. വല്ലാഹു അഹദിനേക്കാൾ കുൽ എന്ന റിസാലത്തിന് മുന്തിച്ചു. റിസാലത്തിനല്ലടാ, കുല്ലിന്റെ ഉള്ളിൽ റിസാലത്താ. വല്ലാഹു അഹദ് തൗഹീദാ. തൗഹീദിനേക്കാൾ എന്ത് മുന്തിക്കണം? റിസാലത്തിന് മുന്തിക്കണം. റിസാലത്തിനുള്ള തൗഹീദിലേക്കാണ് കടന്നാൽ ഇത് പൊളിഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 10 വട്ടം പറഞ്ഞാൽ ചിലപ്പോൾ തിരിയില്ല. കുല്ലിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സക്കീറെ മനസ്സിലായില്ലേ? കുല്ലിൻ്റെ ഉള്ളിൽ താങ്കൾ പറയുക. അപ്പൊ അവിടെ ആരാ ഉള്ളത്? റസൂല്. പറ മനുഷ്യ, റിസാലത്തല്ലേ. വല്ലാഹു അഹദ് എന്താ? തൗഹീദ്. ഖുർആനിൽ തൗഹീദിന് വേണ്ടി മാത്രമുള്ള സൂറത്ത് ഏതാ? എന്നിട്ട് നബിയെ മുന്തിച്ചു. അവിടെ നബിയെ മുന്തിച്ചു. ഇനി എന്താ പറയുള്ളത്? എത്ര കാലായിട്ട് നമ്മൾ ചൊല്ലി അങ്ങോട്ട് ചോർന്നു പോരുന്നു. ഒന്ന് ആലോചിച്ചൂടെ എന്താ പറഞ്ഞത്? ഇവിടെ അല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കുമല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്. വല്ല കമ്മിയുണ്ടോ അതിന്? എന്തിനവിടെ കൊല്ലുകൂട്ടിയെ? തൗഹീദിന്റെ മുമ്പ് എന്തിനെ മുന്തിച്ചു? അല്ലാഹു റിസാലത്തിനെ. എന്റെ വൽപ്പത്തനം പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ മുന്തിക്കും. നബി സുജൂദ് കിടക്കുമ്പോ ഇതിന്റെ ഒരു മദ്ഹറാണ്. നാളെ നബി സുജൂദ് കിടക്കുമ്പോ അല്ലാഹു പറയും, നിങ്ങൾ കിടക്കരുത്. കുല്ലുഹും യത്ലുബൂന ലില്ലാഹി വഅന അത്ലുബു ലില്ലാഹ്. എല്ലാവർക്കും എന്റെ പൊരുത്തമുണ്ട്, എനിക്ക് നിങ്ങളെ പൊരുത്തമുണ്ട്. നിങ്ങളെ എല്ലാവരും പറയുന്നത് ഞാനാ വലിയ ആളെന്നാ. എനിക്ക് നിങ്ങളെ വലിയത്. ഞാൻ വലിയ തന്നെ. നിങ്ങൾ വന്നിക്കും, നിങ്ങൾ കിടക്കാൻ ഞാൻ പറ്റില്ല. കുല്ലുഹും യത്ലുബൂന ലില്ലാഹി വഅന അത്ലുബു ലില്ലാഹ്. എനിക്ക് നിങ്ങളെ പൊരുത്തമുണ്ട്, നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ ഇഷ്ടപ്പെടണം. അല്ലാഹു അഹദ്. ഇതിനേക്കാൾ ഇനി വേറൊരു സൂറത്ത് ഖുർആനിലില്ലല്ലോ. തൗഹീദിനെ ആകെ സൂറത്ത് ഏതാ?
എവിടെയായി അള്ളാഹുവിൻ റസൂലിനെ മുണ്ടിക്കാട് തൗഹീദ് പറഞ്ഞാൽ ഏടാ വഹാബി എന്നട തൗഹീദ് ഒടിച്ച് എന്നട നന്നാവാ മുഹമ്മദിന്റെ അക്ബരിയത്ത് മനസ്സിലാക്കാതെ അള്ളാഹുവിന്റെ തൗഹീദ് ഓരോരുത്തരും മനസ്സിലാവൂല. ആ തൗഹീദും ശിർക്കും തമ്മിൽ കുഫ്റും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. തൗഹീദിനേക്കാൾ ആരെ മുന്തിച്ചു? മുഹമ്മദിനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ അതേ സമയത്ത് ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും നബി നിങ്ങളെ ഹക്കിൽ പറയുമ്പോൾ ഞാൻ ചെറുതാന്ന് പറഞ്ഞാളി. അതേ സമയത്ത് എന്റെ ഏറ്റവും വലിയ ഉൽപ്പത്തരമാണ് എന്റെ ഹദിയത്ത് തൗഹീദ്. അതിൽ ഞങ്ങളെ ഒന്നിച്ച് എന്ത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു അഹദാണെന്ന് എന്റെ നബി പറഞ്ഞു തരും. അപ്പോൾ അത് തൗഹീദാവും. നിങ്ങൾ എന്റെ നബിക്ക് ചെവി കൊടുക്കുക, നിങ്ങൾ എന്റെ നബിയുടെ വാക്കിനെ മുണ്ടിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തൗഹീദുള്ളവനാണ്, അപ്പോൾ ഞാൻ വഹദാനിയത്തിന്റെ റബ്ബാണ് നിങ്ങൾക്ക്. ഇല്ലെങ്കിലോ കാഫിറാണ്. വേറെ എന്താണോ ഇവിടെ കുല്ലിന്റെ ആവശ്യം? മനസ്സിലായോ പറഞ്ഞത്? രണ്ടാമത്തെ ഒരു പരീക്ഷണമുണ്ട് മുസ്ലിങ്ങൾക്ക്. ഏതാ? ഈ ലോകത്തെ അർശിനേക്കാളും കുർസിനേക്കാളും വിലയുള്ളൊരു സാധനമുണ്ട്. അതേതാ? ആ ശരീരത്തെ പൊതിഞ്ഞ മണ്ണിനെ പോലെ ഒന്നുമില്ല. ആ ശരീരത്തെ പൊതിഞ്ഞ മണ്ണിനെ പോലെ, ആ ശരീരത്തെ പൊതിഞ്ഞ മണ്ണ്, ആ ശരീരത്തെ പൊതിഞ്ഞ മണ്ണ്. തുബാലി മുന്തശിഖിൻ മിൻഹു വമുൽതസിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا رحمة للعالمين. خذ بيدي قلت حيلتي أدركني يا رسول الله. السلام عليكم يا عباد الله. السلام عليكم يا عباد الله. ഈ മലക്ക് ഈ സദസ്സിൽ പൊതിഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള റബ്ബിന്റെ മലക്കുകളെ, മഹാന്മാരായ മറ്റു സൃഷ്ടികളെ, കാണപ്പെടാത്തവരെ, സലാം അലൈക്കും യാ ഇബാദല്ലാഹ്, സലാം അലൈക്കും യാ ഇബാദല്ലാഹ്. പറയുന്ന ഞങ്ങൾ മോശമാണെങ്കിലും അല്ലാഹുവിന്റെ അക്ബരിയത്തിന്റെ ദലീലായ ഹബീബായ റസൂലുള്ളാഹി പറയുന്ന സദസ്സിൽ മലക്കുകൾ ഒഴിവാവുകയില്ല. പറയുന്നവൻ ആരായാലും പറയപ്പെട്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ മജ്ലിസിൽ എന്ത് സിഹ്റും ബാത്തിലാവും ഇവിടെ ഇരുന്ന് ധാരണ മതി. ഏറ്റവും വലിയ മലക്കുകളുണ്ടാവും. സാധ്യത 111 ക്ലാസ്സാണ്. ഇതിനെപ്പറ്റി പല രഹസ്യം, ഈ ക്ലാസ്സിനെ പറ്റി പല രഹസ്യം എനിക്കറിയും, പല രഹസ്യം അറിയും. അത് ഞാൻ പറഞ്ഞാൽ അതൊരു കച്ചവടമാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാത്. അത് ഹക്ക്. يا طيب يعدل تربا ومعلومه طبال مندشق منه وملتزم مولاي صل وسلم دائما ابدا. ആ ശരീരത്തെ പൊതിഞ്ഞിട്ടുള്ള മണ്ണിന് പകരം ഈ ലോകത്ത് ഒന്നുമില്ല. വൽ ബുഖാത്തു ഷരീഫ്, ഞാൻ വ്യാഖ്യാനം കേട്ടോളൂ. വൽ ബുഖാത്തു ഷരീഫത്തു ത്വാഹിർ. ഈ വ്യാഖ്യാനം ആയിരക്കണക്കിന് കിതാബിലുണ്ട്. 1, 2, 10, 100 കിതാബിലല്ല. ഞാൻ ഒരു കിതാബ് നിർത്തിരിക്കാം. വൽ ബുഖാത്തു ഷരീഫത്തു ത്വാഹിറത്തുല്ലത്തി ആനഖത്ത് ജസദഹു ഷരീഫ്. റസൂലുള്ളാഹിയുടെ ശരീരത്തിനോട് പൊതിഞ്ഞു നിൽക്കുന്ന ആ മണ്ണുണ്ടല്ലോ, ഇങ്ങോട്ട് നോക്ക് എൻ്റെ മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ഹബീബിന്റെ ജസദു ഷരീഫിന് പൊതിഞ്ഞു നിൽക്കുന്ന മണ്ണ്. എവിടുത്തെ മണ്ണ്? മദീനയിലെ നല്ല കുട്ടിയെ, മദീനയിൽ നല്ല ആ ശരീരത്തെ പൊതിഞ്ഞ് പിന്നെ അതിനടുത്തടുത്തടുത്തടുത്ത് അങ്ങനെ പോവും, അങ്ങനെ പോവും. മനസ്സിലായില്ലേ? അല്ലെ? ആ പൊതിഞ്ഞ് നിൽക്കുന്ന ആ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് ആയിഷ ബീവിയുടെ വീട്ടിലല്ലേ മറവീന്. ആ മണ്ണ് ആനഖത്ത് ജസദഹു ഷരീഫ് അജല്ലു, ഏറ്റവും വളർമ്മയുള്ളതാണ്. അഷ്റഫു, ഏറ്റവും ഷറഫാക്കപ്പെട്ടതാണ്. ബുഖഅത്തിൻ ഫിൽ കായിനാത്തി, ഈ പ്രപഞ്ചത്തിലെ എല്ലാ സ്ഥലങ്ങളെക്കാളും ഷറഫാക്കപ്പെട്ടത് ആ മണ്ണ് നിൽക്കുന്ന ആ മണ്ണാണ്. അതാണ് ഹത്ത
വഹിയ ആ മണ്ണ് കമാ ഖാലൽ ഉലമാഉ സിഖാത്തു വിശ്വസ്തരായ മഹാപണ്ഡിതന്മാർ ലോകത്ത് ഷാഫി ഹനഫി ഹംബലി മാലിക്കിയിലെ ഏറ്റവും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അഷ്റഫു വ അജല്ലു മിനൽ കഅബതി നഫ്സിഹ എന്തിനേക്കാൾ ഷറഫാക്കപ്പെട്ടതാണ്? കഅബയേക്കാൾ ഷറഫാക്കപ്പെട്ടതാണ്. വ അഫ്ളലു മിനൽ അർളീന ഏത് ഭൂമിയേക്കാളും ഷറഫാക്കപ്പെട്ടതാണ്. വസ്സമാവാതി ആകാശത്തെക്കാൾ ഷറഫാക്കപ്പെട്ടതാണ്. വമാ ഫീഹിന്ന വമാ ഫീഹിന്ന വഫീഹിന്ന വമൻ ഫീഹിന്ന ഭൂമിയിലുള്ള സകല വസ്തുക്കളെക്കാളും ആകാശത്തിലുള്ള സകല ജീവനക്കാരെക്കാളും ആകാശത്തിൽ ജീവിക്കുന്നവരാരാ? മലക്കുകൾ. മനസ്സിലായില്ലേ? അവരെക്കാളും ഷറഫാക്കപ്പെട്ടവരാ അതാണ് ആ മണ്ണ്. ആ മണ്ണ് വഅഷ്റഫു വഅജല്ലു മിനൽ കഅബ വഅഫ്ളലു മിനൽ അർശി വഅഫ്ളലു മിനൽ അർശി ആ മണ്ണ് അർശിനേക്കാൾ മഹത്വപ്പെട്ടതാണ്. വൽ കുർസി കുർസിയിനേക്കാളും ലഅന്നഹ ബുഖാത്തുൻ തശറഫത് ബിഇനാഖി ജസദി അഷ്റഫുൽ മഖ്ലൂഖാത്തി അഷ്റഫുൽ മഖ്ലൂഖാത്തായ ഹബീബ റസൂലുള്ളാഹിയെ തൊട്ട് കിടക്കുന്ന മണ്ണായതുകൊണ്ടാണ് ബൂസുരിമാം ഈ പറഞ്ഞ് ഇതിന് പകരം ലോകത്തിൽ സാധനമില്ല. ഏതിനേക്കാൾ? അള്ളാഹുവിന്റെ ഹബീബിന്റെ എന്റെ കുടവ കഴിഞ്ഞിട്ടില്ല. അത് തുടക്കാണ്. ഇതല്ല ഇവിടെ പറയാനുള്ളത്. ഇനി പറയാ ഇത് പറയാനല്ലേ പറഞ്ഞത്? ഇതൊക്കെ 100 വട്ടം ഞാൻ പറഞ്ഞതാ. ഇത് പറയാനല്ലേ പറഞ്ഞത്? പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞു പറയേ മഹാപണ്ഡിതന്മാർ ഷാഫി ഹനഫി ഹംബലി മാലിക് അശ്അരി മാതുരിദി ഈ പണ്ഡിതന്മാരിൽ ഏറ്റവും മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ഒത്ത സമ്മതിച്ചതാണ് എന്ത്? ആ റസൂലുള്ളാഹിന്റെ ജസദുൽ ഷരീഫിനെ തൊട്ട് കിടക്കുന്ന ആ മണ്ണുണ്ടല്ലോ അത് അഷ്റഫുൽ കായിനാത്തി ഈ പ്രപഞ്ചത്തിൽ എന്തിനേക്കാളും ഷറഫാക്കപ്പെട്ടതാണ്. ഹത്ത മിനൽ കഅബ കഅബയേക്കാൾ വൽ അർശി വൽ കുർസി അതിനേക്കാളും വലിയ ഒന്ന് ഇനി പ്രപഞ്ചത്തിൽ ഇല്ല. അപ്പോൾ ആമിന ബീവിയോ എടാച്ചക്കത്ത് വലിപ്പുണ്ടല്ലോ. ആമിന ബീവി നരകത്തിലാന്ന് പറയാൻ പറഞ്ഞ എന്തിനാണ് ചെങ്ങായി പാച്ച കാഫറ നിസ്കരിക്കണം? ജി കാഫറല്ലേ ചെങ്ങായി? ഉള്ളിൽ ജി കാഫറല്ലേ? എടാ ലോക പണ്ഡിതന്മാർ ഒത്ത് സമ്മതിച്ചതാണ് ഏത്? ആ മണ്ണ്. എങ്കിൽ മണ്ണ് കൊണ്ട് അല്ലാഹു ഒരു ജസദിനെ ഉണ്ടാക്കി. ആ ജസദിനെ 9 മാസം ഒട്ടിയിലിട്ട് നടന്നു. ആ മണ്ണു ചെന്തിനാണ് നിസ്കരിക്കുക? ഓലെ കൂട്ടിയാലേ നമ്മളെ ഇസ്ലാമാണോ എന്ന് വിചാരിക്കുന്ന ആധുനിക സുഹാബിയായ ഹമുക്കെ എന്തിനാണ് മൂല്യരായിട്ട് ഈ വഹാബി കാളുണ്ടാക്കാൻ നടക്കുന്ന ആധുനിക സുന്നിയായ സുഹാബി എന്ന ഹമുക്കെ എന്തിനാണ് തലയിൽ കെട്ടി മനുഷ്യന്മാരെ പറ്റിക്കാൻ? അല്ലാതെ ആമിന ബി വിക്കാഫറാണെന്നും ആമിന ബി നരകത്തിലാണെന്നാണ് അവരെ വിശ്വാസം. എടാ പച്ച മണ്ണ് അതൊരു മനുഷ്യന്റെ മണ്ണല്ല. ആ മനുഷ്യന്റെ ജസദു ഷരീഫിനെ തൊട്ട മണ്ണാന്നേ ഉള്ളൂ. അതേ സമയത്ത് ഒരു മണ്ണ് വെട്ടിയിട്ടുണ്ടെന്ന് എത്ര മാസം? 9 മാസം. അതോ നരകത്തിലാണ്. എത്ര ബാൽപ്പണ്ടല്ലായി ഈ ജഡക്കാഫർ. ഒരു മഹാബിന്റെ മൂത്തേക്കൊക്കെ ഈ മണ്ണ് നഷ്ടപ്പെട്ടു. ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വഹാബിയുടെ പ്രസംഗം കേട്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ കേട്ടില്ല. മറുപടി പറയും പ്രസംഗം കേൾക്കൂല. എന്തേ? ഓൻ്റെ ഫോട്ടോ നോക്കണ്ടേ? ഇപ്പം ഈമാൻ നഷ്ടപ്പെട്ടു. വല്ലാഹിലാണ് ഞാനൊരു വഹാബിൻ്റെ പ്രസംഗം കേൾക്കില്ല. ഒരു വഹാബിൻ്റെ പ്രസംഗം കേൾക്കില്ല. ഒരാളിൽ കയച്ചരും ഒരു വഹാബി ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത് ഞാൻ ഓനെ മെസ്സേജ് അയക്കും, എന്തേ ആൾ പറഞ്ഞ്? അതിന് മറുപടി അറിയും. അത് ഞാൻ കേൾക്കൂല. എന്തുകൊണ്ട്? ഓൻ്റെ തൊള്ളേക്ക് ഞാൻ എൻ്റെ കേട്ടാൽ എൻ്റെ ഈമാൻ നഷ്ടപ്പെടും. ഓൻ വഹാബിയാണ്. ഓൻ അബ്ദുള്ള റളിയല്ലാഹുവിനെയും ആമിന ബീവിയെ നിസ്സാരപ്പെടുത്തുന്ന ആളാണ്. റളിയല്ലാഹുവിനെ പറഞ്ഞാടാ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഇത് മുത്തുനബിന്റെ ക്ലാസ്സാ. ഇത് അള്ളാന്റെ വലുപ്പത്തിൽ പറഞ്ഞ അള്ളാന്റെ വലുപ്പത്തിലാണ് ഈ പറയണത്. അപ്പോഴാ മൂമിനാവുള്ളൂ. ഇതൊന്നല്ല ഞാൻ പറയാൻ പോണത്. അടുത്ത ആഴ്ച വരും, ഞായറാഴ്ച ബാക്കി പറഞ്ഞുതരാം. അടുത്ത ആഴ്ച ആകുമ്പോഴത്തിന് റബിയുൽ അവൽ കഴിയുമല്ലോ. റബിയുൽ അവൽ ഇത് പറയണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്കിപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് പഴയ കാലത്തുണ്ടായിരുന്നു സൂപ്പർ വെയിറ്റിൻ്റെ കല്ല്. മുണ്ട് കെട്ടിക്കൊണ്ട് നടക്കും. എന്നിട്ട് വെള്ളം ബക്കറ്റിലാക്കിയിട്ട് അതിലൊന്ന് മുക്കും. അതങ്ങനെ തന്നെ എടുത്ത് വെക്കും. ഞങ്ങൾക്ക് സൂപ്പർ വെയിറ്റിൻ്റെ കല്ല് മുണ്ട് കെട്ടി തന്നതാണ്. നിങ്ങൾക്ക് എവിടെയും കൊണ്ടേ മുക്കാം. ഇതൊക്കെ യാമനാൾ വരെ തീരൂല. ഞാൻ ഇന്ന് ഈ പറഞ്ഞ വയറുള്ളത് നിങ്ങളെ വിശ്വസിച്ചാൽ ബാക്കി നിങ്ങളിഷ്ടം. റഹ്മത്തുള്ള അവിടെ ഇവിടെ ഇല്ല, ഞാൻ അവിടെ ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഞാനുണ്ടാകാൻ മാത്രം നിങ്ങളില്ല. അതുകൊണ്ടാണ് അത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസാരപ്പെടുത്തുന്ന ആളുകളോട് ഒരു ബന്ധം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തല കൊടുത്ത് ചിന്തിച്ചോ. ഞാൻ ഒരു പത്രം പറഞ്ഞാൽ വിചാരിക്കരുത്. എൻ്റെ ഹബീബിൻ്റെ ഉമ്മാനൻസാരാക്കിയവർക്ക് ഒൻമൂമിനാന്ന് ഞാൻ പറഞ്ഞില്ല. ഞങ്ങളോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ആമിന ബീവി ഇല്ലാത്ത സ്വർഗത്തിൽ റഹ്മത്തുള്ള ഉണ്ടാവില്ല. 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്തേ പറഞ്ഞിട്ടുണ്ടോ അല്ലേ? ആമിന ബീവി ഇല്ലാത്ത സ്വർഗത്തിൽ ഞാൻ ഉണ്ടാവില്ല. ആമിന ബീവി നരകത്തിലാണെങ്കിൽ എനിക്കതാ ഇഷ്ടം, അവിടെ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ആമിന ബീവിയുടെ അടുത്തുണ്ടാവുള്ളൂ. റളിയല്ലാഹു അൻഹ. ചിലർ പറയാണ് ആമിന ബീവിക്ക് ഷാത്ത് കരിമ എല്ലാം കഴിഞ്ഞിട്ടില്ല. ഓ വലിയ കണ്ടുകൊടുത്ത ആമിന ബീവി ചെയ്ത തെറ്റെന്താ എന്നാണ്? എന്താ ആമിന ബീവി ചെയ്ത തെറ്റ് പറ. ആമിന ബീവി ചെയ്ത തെറ്റെന്താണടാ? AD 576 മരിച്ചുപോയി. ഓ എൻ്റെ തെറ്റന്നെ. കയറിട്ട് മുണ്ടിട്ട് തൂങ്ങ ചെയ്ത്. നമുക്ക് ഏജൊക്കെ എത്ര വലിപ്പമുണ്ടല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടുന്നത് 610 നമുക്കുകൾ പറയാം. അതുകൊണ്ട് ആമിന ബീവി സ്വർഗത്തിലാവൂല. ആമിന ബീവി എന്തേ ചെയ്ത്? മക്കയിൽ നിന്ന് കയർ വാങ്ങിക്കൊണ്ടുവന്ന് തൂങ്ങി എന്ന് 576. അതാ എൻ്റെ പാൽപ്പണ്ട് അത്ര പാൽപ്പണ്ടല്ലടാ. ആമിന ബീവി തൂങ്ങി മരിച്ചല്ലോ. അള്ളാഹു ആമിന ബീവിയെ മരിപ്പിച്ചല്ലേ. ഈ കുട്ടിൻ്റെ ഷാത്ത് കലിമ കേൾക്കേണ്ട ആവശ്യം ആർക്കില്ല. ആമിന ബീവി എന്നെ ഒരു ഷാത്ത് കലിമയാണ്. ആമിന ബീവി എന്നെ ഷാത്ത് കലിമയാണ്. ആമിനാവിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിമുളച്ചാണോ ഷാത്ത് കലിമ? ജാഹില്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അവരെ നിസ്സാരപ്പെടുത്തുന്ന ദൈവം ഉണ്ടാവില്ല. നമ്മളെ കത്തിരക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇത് പറഞ്ഞാൽ പറയാൻ വേണ്ടിയാ. ലതൂബ യഅദിലു തുർബൻ വമഅളുമാഹു തുബാലിൻ ദശിഖിൻ മിൻഹു വമുൽതസിമി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ ഇദാ കഴിയാനായി ഒരു 4 സാധുക്കളെ വിളിച്ചിട്ടെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു മദ്ഹും മൗലിദും ഓദിക്കാതെ കഴിഞ്ഞു പോയ സുന്നികളെ ഞങ്ങൾ എന്ത് സുന്നിയടാ? ഒരു 4 ഉള്ള ചോറ് ഒരു മനുഷ്യന് കൊടുത്തിട്ട് അള്ളാന്റെ ഹബീബിനെ പറ്റി بل وأشرف منه يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي الشفيع الأبطاحي والحبيب العربي. ആമിന ബീവി ഒരു പരീക്ഷണം. ആമിന ബീവിയെ വായിച്ചെടുക്കാൻ കഴിയാത്ത നശിച്ചു. സുന്നികളെ മാത്രം ആമിനാന്ന് കേൾക്കുമ്പോൾ അതിന് എന്ത് പറയും? അതാണ് പഴയ സുന്നികൾ. ഇന്നിപ്പോൾ നമുക്ക് ഡൗട്ടാ അങ്ങനെ പറയണോ പറയണ്ടേ? മൗലൂദന്നെ ഓതാത്ത മൂല്യന്മാരുണ്ട്. വലിയൊരു മുദ്രിസ് കോഴിക്കോട് ജില്ലയിലെ ഇന്നും ദർസ് നടത്തുന്ന വലിയൊരു മുദ്രിസിനെ ആ ഈ റഫീഖിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 15 കൊല്ലം മുമ്പ് മൗലിദ് 1ാമത്തെ ഹദീസ് ഓതി ഞാൻ. പിന്നെ എൻ്റെ ഇഷ്ടം മൗലിദ് മുഴുവൻ ഓതല, ഒറ്റ കോതല. പിന്നെ ഞാൻ അടുത്തിരിക്കുന്നവർ ഓനെ രാങ്കാരി എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അടുത്ത ആക്കൊന്ന് കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ തൊട്ടടുത്ത ആ മഹലിൽ മുദരിസായി നടക്കുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് ഇതട് കൊടുത്ത് അപ്പം അയാളിനോടാണ് ഞാൻ മൗലിദ് ഓതലില്ല. ഒപ്പളും ഇവിടെ ജീവിച്ചിരിക്കും. ഒപ്പളും മുദരിസാണ് കോഴിക്കോട് ജില്ലയിൽ. നീ സമസ്ത ചോദിക്കട്ടെ ആരാണ് ആള്? അപ്പം പറഞ്ഞു കൊടുക്കുക ചെവിയിൽ, സമസ്തൻ്റെ ചെവി പറയാം, സാക്ഷിയും പറയാം, സാക്ഷി ഉണ്ടാവും. ഞാൻ അന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങണ മുമ്പ് സലീം റഫീഖിനോട് പറഞ്ഞു ഈ ജാതി ആളുകൾ കൂടുന്നോടത്ത് മേലെ എന്നെ വിളിക്കരുത്. അത് കഴിഞ്ഞു 10 പിന്നെ റഫീഖിനെ വിളിച്ചിട്ടില്ല. എന്തിനാണ് ചങ്ങായി ഈ ജാതി സ്ഥലത്തേക്ക് എന്നെ വിളിക്കരുത്? മുദരിസാണ്. സുന്നികളെ വലിയ അറിയപ്പെടുന്ന ആളാണ്. തങ്ങന്മാരും മൂല്യന്മാരും ഒക്കെ അയാളെ വിരുന്നിന് പോകാനുള്ളതുമാണ്. തങ്ങന്മാരും മൂല്യന്മാരൊക്കെ അയാളെ വിരുന്നിന് ഇപ്പോഴും പങ്കെടുക്കലുണ്ട്. പേര് പറയില്ല. ഇന്നാൾ ജീവിച്ചിരിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മുദരിസുമാണ്. ഞാൻ മൗലിദ് ഓതല്ല. പിന്നെ എന്തിനാ ചെയ്ത് വന്ന് മുണുങ്ങാനോ? ഇത് കഴിഞ്ഞിട്ട് മുണുങ്ങലുണ്ട്. പിന്നെ എന്തിനാ ഞങ്ങൾ വന്ന് ചെന്തിന് പിന്നത്തിന് വന്ന് അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയാണ് ഈ പറഞ്ഞതിന്. നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. കൂടുതൽ വർത്തമാനം പറയുന്നില്ല, കൂടുതലില്ല. ആരി മഷളാക്കലിന് രക്ഷയില്ല. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ചിന്തിക്ക് പടച്ച തമ്പുരാൻ തുറന്നു കൊടുത്തവന് മാത്രമേ കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടൂല. പടച്ചവൻ തുറക്കണം, അല്ലാഹു തുറക്കണം. തുറക്കുന്നവനാരാണ്? ഏറ്റവും വലിയ തുറക്കൽ മുത്തുനബിയിലേക്കാണ്. മുത്തുനബിയിലേക്ക് തുറക്കാതെ ആരിലേക്ക് തുറക്കൂല?
അള്ളാഹുവിലേക്ക് തുറക്കൂലടാ. മുത്തുനബി പറഞ്ഞത് കേൾക്കാതെ അള്ളാഹു അഹദൗലടാ. അതാണ് എന്തിൻ്റെ അർത്ഥം? ഖുൽ ഹു അല്ലാഹു അഹദ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എടാ, ആ മണ്ണിന് ഈ ഷറഫുണ്ടെങ്കിൽ ആ പള്ളക്ക് എത്ര ഷറഫുണ്ടാവും. അപ്പം ആ പള്ള വഹിച്ച ഉമ്മക്ക് എത്ര ഷറഫുണ്ടാവും. എടാ, ഈശേ 10,000 കൊല്ലത്തെ നിസ്കാരത്തിനേക്കാൾ വലുത് ആ ഉമ്മ ചവിട്ടിയ മണ്ണ് സുജൂദ് ചെയ്യലാണ്. ആ ഉമ്മക്ക് പകരം ഒരാളില്ല. എനിക്ക് വിശ്വാസമില്ല. അള്ളാഹു ഒരു ദർജ ഏറ്റി കൊടുക്കട്ടെ. ബാക്കി അടുത്ത ഞായറാഴ്ച പറയും ഇൻഷാ അല്ലാഹ്. റബീഉൽ മുഹമ്മദിയ എന്ന ക്ലാസ് ഞാൻ പറയുമെന്ന് പറഞ്ഞിരുന്നു. അതിലൊരു ക്ലാസ്സാണിത്. അടുത്ത മറ്റന്നാൾ ഞായറാഴ്ച ബാക്കി പറയും. حسبي ربي جل الله ما في قلبي غير الله صلى الله 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 عليه توكل والله الله 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 عليه توكل حسبي ربي جل الله على النبي صلى الله لا إله إلا الله. വലുപ്പത്തരമായി തോന്നിയ ഒന്നും വലുപ്പത്തരായി മനസ്സിലാക്കരുത് കേട്ടോ. ഞങ്ങളെക്കാളൊക്കെ ചെറിയൊരാൾ എൻ്റെ ഹബീബിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ ചില വാക്കുകൾ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ വാപ്പാക്കണം അള്ളാഹുവിൻ്റെ കോടതിയിൽ റസൂലുള്ളാഹിയും പറഞ്ഞു എന്നതിൻ്റെ രക്ഷ കിട്ടണമെന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹമുള്ളത്. എൻ്റെ റബ്ബിൻ്റെ ഹബീബിനെ പറഞ്ഞ അല്ലാതെ ഒരു നിസ്കാരം നോമ്പ് എൻ്റെ കയ്യിലില്ല കേട്ടോ. എൻ്റെ റസൂലുള്ളാഹിനെ പറഞ്ഞ് രക്ഷപ്പെടും മാത്രമാണ് എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും അത്ര ഇഷ്ടമുള്ള ഒരു കാര്യം. റസൂലുള്ളാഹിനെ പറയുന്ന കാര്യം എത്ര പനിച്ച് കിടക്കുകയാണെങ്കിലും ഒരു മൗലൂദിൻ്റെ 2 ഭാര്യയാണ് ചെല്ലണ കേട്ടപ്പോൾ അപ്പം പൊതച്ചവിടെ വന്നിരിക്കും. ഒരാൾ ആശുപത്രി പോവുകയാണെങ്കിൽ എൻ്റെ ഉമ്മ മൗലൂദിൻ്റെ കൊണ്ടല്ലാതെ പോകൂല. മൗലൂദ് അത്ര ദിവസം ആശുപത്രി അത്രയും മൗലൂദായിരിക്കും. അങ്ങനത്തെ ഒരു വാപ്പാൻ്റെ ഉമ്മാൻ്റെ മകനാണ്. അപ്പം എൻ്റെ വാപ്പാക്കും ഉമ്മാക്കുമാണ്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മളെല്ലാ വാപ്പാക്കും അൻസർ ഞാമീ പറയും അള്ളാഹു എല്ലാ കുട്ടികൾക്കും ഷിഫ നൽകട്ടെ. ഈ മജ്‌ലിസിൽ കൊണ്ടുവന്ന കുട്ടികൾക്കും വലിയവർക്കൊക്കെ മുസ്തഫായ റസൂലുള്ളാഹിന്റെ ഹഖ് കൊണ്ട് ഹഖീഖത്തുൽ മുഹമ്മദിയത്തിൻ്റെ ഹഖ് കൊണ്ട് എല്ലാ ഔലിയാക്കളെയും ഔലിയാക്കളാക്കിയ എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാക്കിയ മുസ്തഫായ റസൂലുള്ളാഹിയുടെ ഉമ്മായുടെ വയറിൻ്റെ മഹത്വം പറഞ്ഞ ഈ മജ്‌ലിസിൻ്റെ ഹഖ് കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അക്ബരിയത്തിൻ്റെ ഹഖ് കൊണ്ട് അല്ലാഹു തആല ആ കുട്ടിക്കടക്കം എല്ലാവർക്കും അല്ലാഹു ശിഫ തരട്ടെ. എല്ലാവർക്കും ഈ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും. ചിലരിവിടെ സ്വന്തം എൻ്റെ ഒരു പെങ്ങളുടെ മകൻ ഇവിടെ വന്നിട്ടുണ്ട്. പെങ്ങൾക്ക് സുഖല്യ വയസ്സ്. എൻ്റെ മൂത്തമ്മാൻ്റെ മോള് സുഖല്യ. മോൻ ഇവിടെ വന്നിട്ടുണ്ട്. വളരെ പ്രയാസകരമായ രോഗത്തിലാണ്. അല്ലാഹു ഈ മജ്‌ലിസിൻ്റെ ഹഖ് കൊണ്ട് ശിഫ കൊടുക്കണം. അവർക്കൊന്നും ഒന്നും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. ദുനിയാവിയായ ഒന്നും അവർക്ക് ആവശ്യമില്ല. നിന്റെ ശിഫയല്ലാതെ നീ അവർക്ക് ശിഫ കൊടുക്കണമേ റബ്ബേ. ശിഫ ജീവിതം ഹൈറാവുന്ന കാലം അത്രയും ആഫിയത്തുള്ള ജീവിതം കൊടുക്കണമേ റബ്ബേ. മരണം ഹൈറാവുന്ന കാലത്ത് അവർക്കും ഞങ്ങൾക്കും ഈമാന്റെ മരണം തരണമേ റബ്ബേ. ഈ മജ്‌ലിസിലുള്ള എല്ലാവരുടെയും സിഹ്ർ ബാത്തിലാക്കണമേ റബ്ബേ. കണ്ണേർ ബാത്തിലാക്കണമേ റബ്ബേ. കടം വീട്ടി തരണം റബ്ബേ. പ്രശ്നം പരിഹരിച്ചു തരണമേ റബ്ബേ. എല്ലാം പരിഹരിച്ചു തരണമേ റബ്ബേ. ഈ കേട്ട ഞങ്ങൾ ഈമാനിന്റെ മലറാക്കണം.